Dear friends, welcome to King's Vlogs. ഞാനിപ്പോൾ എൻ്റെ അടുക്കള തോട്ടത്തിലാണ്. കുറച്ച് കാന്താരിമുളക് പറിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഈ കാന്താരിമുളക് ഇത്രയധികം ഞാൻ പറിക്കുന്നത് എന്തിനാണെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? വരൂ നമുക്ക് കണ്ടു നോക്കാം. കാന്താരിമുളക് അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ കാന്താരിമുളകൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. 1 കിലോയോളം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഏത് അച്ചാർ ഇടുമ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് നല്ലെണ്ണയാണ്. അച്ചാറുകൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ചേർക്കുന്നത്. അപ്പം നല്ലെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചി 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്ത് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില കൂടെ ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അച്ചാർ പൊടിയാണ്. അത് ഞാനിവിടെ 1 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം തന്നെ എണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കാന്താരിമുളക് ചേർത്ത് കൊടുക്കാം. 1 കിലോ കാന്താരിമുളക് അച്ചാർ തയ്യാറാക്കുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനിവിടെ മുഴുവൻ കാന്താരിമുളകും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാന്താരിമുളക് വീട്ടിലുള്ള എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.